ദൈവമേ പണി തരണേ ദൈവമേ, പണി തരണേ ദൈവമേ. അയാള് പണിയില്ലാതെ നടക്കുവാണ്, പണി തരണേ ദൈവമേ. അയാൾക്കും കൂടി പണി കൊടുക്കണേ ദൈവമേ. എനിക്ക് മാത്രം പണി കിട്ടിയിട്ട് കാര്യമില്ല ദൈവമേ, അയാൾക്കും കൂടി പണി കൊടുക്കണേ. എന്റെ ദേവിയെ രക്ഷിക്കണേ ദേവിയെ. എന്താടാ ശശി, നീ വിളിച്ചിട്ട് എത്ര കാലായി? അതെ ഞാൻ വിളിച്ചത്, നിങ്ങൾ അനിയമോ പെറിയുടെ ഒരു ദൈവത്താൻ കാവലി ഇങ്ങനെ തുള്ളിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്താ സംഭവം എന്നറിയില്ല. ഓ കള്ള് ഷാപ്പ് കയറിയിട്ട് 2 ഗ്ലാസ് കള്ളു കുടിക്കലുണ്ട്. ഇന്ന് കുറച്ച് അധികം കുടിച്ചിട്ടുണ്ടാവും, അതുകൊണ്ട് തുള്ളുന്നതായിരിക്കും. ഇത് കള്ള് കുടിച്ചിട്ട് തുള്ളുന്നതൊന്നുമല്ല. നിങ്ങൾ പെട്ടെന്ന് വാ, നമുക്ക് തീരുമാനാക്കണ്ടേ, പെട്ടെന്ന് വാ. എന്റെ ദൈവമേ, എനിക്ക് ജോലി കിട്ടി. എന്റെ കൂടപ്പുറപ്പായ എന്റെ ഏട്ടനും കൂടെ ഒരു പണിയാക്കി തരണേ ദൈവമേ. ഏട്ടനും കൂടെ പണി കിട്ടിയാലേ ഞാൻ രക്ഷപ്പെടൂ ദൈവമേ. ദൈവത്താൻ കാവലി പോയിട്ട് ഇവൻ എന്തിനാ തുള്ളുന്നത്? ഇത് ആളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് എന്താ തട്ടിപ്പോട്ട് അതാണ് ഇങ്ങനെ തുള്ളുന്നത്. ഇതെന്ത് തുള്ളലിത്? ശരിയാണല്ലോ നീ പറഞ്ഞത്, ഇവനെന്തിനാണ് ഇങ്ങനെ തുള്ളുന്നത്? നിങ്ങളെ കുടുംബത്തിൽ ആരെങ്കിലും ഒരു വെളിച്ചപ്പാടുണ്ടായിരുന്നോ പണ്ട്? പണ്ട് വെളിച്ചപ്പാടായിരുന്നു ക്ഷേത്രത്തിൽ. പിന്നെ അങ്ങേരെ വിളിക്ക്, ഇയാള് തുള്ളുന്നത് നിർത്തണമെങ്കിൽ ആ തുള്ളുന്ന മനുഷ്യൻ വരണം. ഇല്ലപ്പ അയാള് തുള്ളി തുള്ളി വെളിച്ചപ്പാടായിട്ട് അങ്ങനെ പോയതാ. ഏതാ പെണ്ണിന്റെ കൂടെയാ പോയത്. ഇനി വരാനൊരു സാധ്യതയില്ല. നിങ്ങളെ ആ വെള്ളിച്ചനിലെ വെളിച്ചപ്പാട് അയാള് പെണ്ണിന്റെ കൂടെ ഒളിച്ചോട് പോയി എന്നല്ല പറഞ്ഞത്. അയാളുടെ ബാധ കൂടിയത് ഏതെങ്കിലും മന്ത്രവാദി വന്നാലേ ഇത് ശരിയാവത്തുള്ളൂ. എടാ രാമേന്ദ്ര, നീ എന്തിനാ ഇങ്ങനെ തുള്ളുന്നത്? 50-ാം വയസ്സിൽ സൂപ്പർ മാർക്കറ്റിൽ പണി കിട്ടി. എന്റെ ചേട്ടനും കൂടെ ഒരു പണി ശരിയാക്കി തരണേ ദേവിയെ, എന്നാലേ എനിക്ക് ജീവിക്കാൻ പറ്റൂ. എന്റെ ദേവിയെ, ഏട്ടനും കൂടെ പണി ശരിയാക്കി തരണേ. എന്താണ് ഈ പണിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഭവം? ഓനെ ഏതോ കമ്പനിയിൽ പണി കിട്ടി, നിങ്ങൾക്ക് പണി കിട്ടിയിട്ടില്ല. നിങ്ങൾക്ക് പണി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഓനിങ്ങനെ ദേവിയോട് പ്രാർത്ഥിച്ച് തുള്ളുന്നത്, മനസ്സിലായി? ഓൻ എന്നോട് ഭയങ്കര സ്നേഹമാണ്. ഓൻ എന്ത് കിട്ടിയാലും അത് ഏട്ടനും കൂടെ കിട്ടണം എന്ന് ചിന്തിക്കുന്ന ഒരു സ്നേഹമുള്ള മോനാണ് എന്റെ അനിയൻ. ഇപ്പോഴത്തെ കാലത്ത് ഇത്രയും സ്നേഹമുള്ള ഒരു അനുജനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എന്റെ ദേവി, എനക്കൊരു പണി കിട്ടി. എന്റെ ഏട്ടനും കൂടെ ഒരു പണി കിട്ടണേ എന്റെ ദേവിയെ. നിനക്ക് പണി കിട്ടിയില്ലേ, അതോടെ എനിക്ക് വലിയ സമാധാനമായില്ലേ? എനിക്ക് പണി കിട്ടുമ്പോ കിട്ടട്ടെ, നീ എന്തിനിങ്ങനെ തുള്ളിക്കൊണ്ടിരിക്കുന്നത്? നാളെ തന്നെ പണിക്ക് പോവാൻ നോക്ക്. എന്താ ആ സൂപ്പർ മാർക്കറ്റിൽ നിനക്ക് പണി കിട്ടിയതല്ലേ, പെട്ടെന്ന് പോവാൻ നോക്കില്ല, അവര് വേറെ ആൾക്കാരെ ആക്കും. ഏട്ടനും കൂടെ ഒരു ജോലി ശരിയാവണം, എന്നാലേ ഞാൻ പണിക്ക് പോവൂ, ഇല്ലെങ്കിൽ ഞാൻ പണിക്ക് പോവൂല. അത് പിന്നെ ചേട്ടനായ നിങ്ങൾക്കും കൂടി എന്തെങ്കിലും പണി കിട്ടണം, എന്നാലേ അനുജനായി ഇവൻ പണിക്ക് പോകുന്ന പോകാൻ പറയുന്നു. ഇതാണ് രക്തബന്ധത്തിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ്. അത്രയ്ക്ക് സ്നേഹമുണ്ട് ഇവന് നിങ്ങളോട്. ഏട്ടന് പണി കിട്ടാതെ ഞാൻ മാത്രം പണിക്ക് പോയാലേ എനിക്ക് കിട്ടുന്ന ശമ്പളം മുഴുവൻ ഞാൻ തന്നെ വീട്ടിൽ ചെലവാക്കണം. ഏട്ടനും കൂടെ പണി കിട്ടിയാൽ ഏട്ടനും കൂടെ പൈസ ചെലവാക്കൂലേ? അപ്പൊ അത്ര പൈസ എനിക്ക് ലാഭാക്കാലോ. എന്റെ ദേവി, ഏട്ടനും കൂടെ ഒരു പണിയാക്കി കൊടുക്കണേ എന്റെ ദേവി. അല്ല, നിങ്ങൾ അനുജൻ പറഞ്ഞത് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായ? മനസ്സിലായി. ഓ പണിയെടുത്തിട്ട് വീട്ടു ചെലവെല്ലാം എടുക്കണം. അപ്പൊ എനിക്ക് പണി കിട്ടിയാൽ ഞാനും കൂടെ പൈസ ഷെയർ ആക്കും ചെലവിന്. എനിക്ക് പറഞ്ഞാല് ഇവൻ മാത്രം പണിയെടുത്തിട്ട് എന്നെ എടുക്കാൻ പോറ്റാൻ പറ്റൂല എന്നാ ഇവൻ പറയുന്നത്. എന്റെ കാവിലമ്മേ, എന്റെ ഏട്ടനും കൂടെ ഒരു പണിയാക്കി കൊടുക്കണേ എന്റെ കാവിലമ്മേ. എനിക്ക് മാത്രം പണി കിട്ടിയിട്ട് കാര്യമില്ല. ഇവന്റെ ഉള്ളിൽ ഇപ്പൊ മനസ്സിലായല്ല. എന്റെ കാവിലമ്മേ, ഏട്ടനും കൂടെ പണിയാക്കി കൊടുക്കണേ. അയ്യോ അയ്യോ. അല്ലടോ, നിന്റെ അനിയമ്മൂപ്പറതാ ബോധം കെട്ട് വീണെന്നാ തോന്നുന്നത്. തുള്ളി പ്രഷർ കൂടിയതാ. നീ വേഗം 108 വിളിച്ച് ആംബുലൻസിന് വരാൻ പറ. അപ്പോ ഇവനെ കൊണ്ട് പോയി എനക്കൊരു പണിയായല്ല, ഓരോരോ ബുദ്ധിമുട്ട്. രാമേന്ദ്ര, എനിക്ക് പണിയാക്കി തരാൻ നീ ദേവിയോട് പ്രാർത്ഥിച്ചില്ലേ? ഇപ്പൊ എനിക്ക് പണിയായി. നിന്നെ ആശുപത്രി കൊണ്ടുപോകണം, ആശുപത്രി ചെലവ് എന്തെല്ലാം പണിയായി എനിക്ക്.